നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. കാസ്ട്രോന്റെ വ്യൂ നോക്കിയാ ഓടിക്കാൻ നേരം നോക്കാം. ഓടിക്കാൻ നേരം നോക്കാം. വാ 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 വാ. കിട്ടാനുള്ളത് മുഴുവൻ ലാവിഷായിട്ട് മേടിക്കും. തിരികെ പോരും. ഈ ചെവി കൂടെ കേട്ടത് ഈ ചെവി കൂടെ. അവിടെ നാറ്റിക്കല്ല. ഒറ്റ റൗണ്ട് ഓടിക്കണ്ട. ഒറ്റ റൗണ്ട്. ഒന്നും ചെയ്യില്ല. ഒറ്റ റൗണ്ട് വാ. തരൂല. എടാ എന്തിനാണോ പേടിക്കുന്നത്? എനിക്ക് എന്നെ പേടിയാന്നല്ല വണ്ടി ഞാൻ വേറെ കൊടുക്കാറില്ല. കാട്ടുപോത്തിനേക്കാൾ തൊലിക്കട്ടിയും കാട്ടാനേക്കാൾ ശക്തിയുള്ള ഇവനെ നേരിടാൻ എനിക്കാവില്ലായിരുന്നു. ഇതുവരെ ആരും കൊടുത്തില്ല. എനിക്ക് സത്യം നല്ല പേടി വേറെ കൊടുക്കാൻ. ബ്രദർ വൺ ഡേ ഒരു നാൾ അഭിമാനം തോന്നുന്നു. രോമാഞ്ചം. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. പിന്നെ ഈ റേഡിയൽ ടയർ ആയതുകൊണ്ട് അങ്ങനെ 100 പിടിപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല. ഖട്ടറിൽ വിടാൻ നമ്മൾ അറിയ പോലുമില്ല. എടാ കൺഗ്രാറ്റ്സ് ആൻഡ് BMW ഓണറായി. അപ്പോൾ ഫൈനലി അതാണ് ബോസ്. അതിൽ അങ്ങനെ ഞാൻ വീഡിയോ കണ്ടായിരുന്നു, റീൽസ് കണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഒരിക്കലും ഇപ്പോഴും ഞാൻ കാസ്ട്രോയെ കുറ്റം പറയത്തില്ല. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ലൈക്ക് അത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള സാധനം വേറൊരാൾക്ക് കൊടുക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷേ ആ ഒരു ഇൻസൾട്ടിൽ അല്ലാതെ അത് മേ ബി ചിലപ്പം അത് കൊടുക്കത്തില്ലെന്ന് പറയണത് അവൻ ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവൻ വർക്ക് ചെയ്തു, ആ BMW എടുത്തു. അത് തൊപ്പിയുടെ ഒരു എഫേർട്ട്, അതിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് അതിൽ ഒരിക്കലും കാസ്ട്രോയോട് എനിക്ക് കുറ്റം എന്നുള്ള രീതിയിലുള്ള കാസ്ട്രോയുടെ ഭാഗത്ത് തെറ്റെന്ന് എനിക്ക് ഒരിക്കലും ഇപ്പോഴും പറയാൻ പറ്റത്തില്ല. ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 ഡയലോഗ്. അത് പേഴ്സൺ ടു പേഴ്സൺ ഓരോരുത്തരുടെയും ഇതാണ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മളെ അധ്വാനിച്ച് മേടിച്ച സാധനം ഒരാൾക്ക് കൊടുക്കണോ വേണ്ട എന്നുള്ളത് ഒരാളുടെ ഇൻഡിവിജ്വൽ തീരുമാനം മാത്രമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.